മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ടിൽ ഗഫൂർ എന്ന മനുഷ്യന്റെ ജീവനെടുത്ത കടുവയെ പിടികൂടാൻ ദൗത്യസംഘം വനംവകുപ്പ് അതിന് ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകിട്ടോടെ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം അടക്കാക്കുണ്ട് പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തു. 50 അംഗ RRT സംഘമാണ് അരുൺ സക്കറിയൊക്കൊപ്പമുള്ളത്. ഇന്ന് പ്രത്യേകമായിട്ടും 50 ക്യാമറ ട്രാപ്പുകൾ ഇന്ന് പ്രദേശത്ത് സ്ഥാപിക്കുന്നുണ്ട്. അതോടൊപ്പം 3 കൂടുകളും സ്ഥാപിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ കടുവയെ കാണുകയാണെങ്കിൽ മയക്കുവെടി വെക്കുക എന്ന സാധ്യതയും തള്ളിക്കളയുന്നു. കുഞ്ചു എന്ന കുങ്കിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കുങ്കിയെ ഉപയോഗിച്ചുകൊണ്ടാണ് തിരച്ചിൽ നടത്തുന്നത്. നാളെ പ്രമുഖ എന്ന ആനയെയും ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവർ രണ്ടുപേരെ 2 കുങ്കികൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും തിരച്ചിൽ പ്രദേശത്ത് നടത്തുക. എന്താണ് ഇപ്പം ഈ 2 ആനകളെയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞു, ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ പിടിക്കൽ ആണ് ആവശ്യം. ആൾക്കാർ പ്രതിയിലാണ്. പിടിച്ചു കഴിഞ്ഞാൽ അതുവരെ ഇവരുണ്ടാവുന്നതിൽ ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നിൽക്കണം ഞങ്ങൾ. 10 ദിവസം മുന്നേ പുലിയെ കണ്ടു. ഈ കണ്ടിട്ടും ഇവിടെ പച്ചപ്പകല് ഈ പച്ചപ്പകല് പുലി ഉണ്ടെന്ന് പറഞ്ഞിട്ടും അതിന് യാതൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഇനി എന്താ വെച്ചാൽ ഈ പുലിനെ പിടിച്ചിട്ട് മയക്കുവെടി വെച്ച് കൊണ്ടുപോകാന്നുള്ള തീരുമാനമാണ് ഇവിടെ എടുക്കണമെന്ന് പറഞ്ഞു. അതിന് ഇവിടെ ജനങ്ങൾ ഒരിക്കലും സംഭവിക്കൂല. ഇവിടുന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് അതിനെ കൊന്നിട്ട് അതിന്റെ ശവമല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകാൻ അയക്കൂല. ഇല്ലെങ്കിൽ ഈ പാർട്ടി ജനങ്ങളെ ഞങ്ങൾ ശവം കൊണ്ടുവരും. കൊല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ അയക്കൂല. ബസ് തിരിച്ചിട്ട് ഇപ്പുറത്തേക്ക് ഞങ്ങൾ അയക്കൂല. എന്തായാലും ജനരോഷം ആ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. കടുവയെ കയ്യിൽ കിട്ടിയാൽ പിടികൂടിയാൽ അതിനെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഒന്നടങ്കം ഉപയോഗിക്കുന്നത്. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ നിയമാനുസൃതമായി മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രി തന്നെ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. നാളെ കൂടുതൽ പരിശോധനകൾ, കൂടുതൽ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധനകളും മറ്റുമൊക്കെയാണ് നാളെ രാവിലെയും നടക്കുക. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.